ഫ്രണ്ട്സ് വെൽക്കം ടു വൃന്ദാവൻ പി സി വേൾഡ്. അപ്പോൾ ഡിഗ്രി പ്ലംസിന്റെ ഫസ്റ്റ് സ്റ്റേജ് എഴുതുന്നവർക്കുള്ള ഹോൾ ടിക്കറ്റ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യഘട്ടം എഴുതാൻ പോകുന്നവർക്ക് അതിൻ്റെതായ ടെൻഷൻസും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാകും. കാരണം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലും ഇങ്ങനെ വിട്ടുപോയതൊക്കെ നോക്കണോ, അല്ല ഇനി നോക്കിയതൊക്കെ റിവൈസ് ചെയ്യണോ, അങ്ങനെ കുറേയധികം കൺഫ്യൂഷൻസും വറീസും അവർക്ക് ഉണ്ടാകും അല്ലെ. അവർക്ക് വേണ്ടിയിട്ടും ഇനിയുള്ള മറ്റുള്ള സ്റ്റേജസ് എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടും ഹെൽപ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത്. ഓക്കെ, ഈ ഒരു ടൈമിൽ ഇപ്പോൾ ഞാനൊരു 12 ഡേയ്സ് എന്നുള്ള രീതിയിൽ ഇവിടെ ഇട്ടിട്ട് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ് എഴുതുന്നവരെ വെച്ചിട്ടാണ്. ഈ ഒരു ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട്, ടെൻഷൻ ഫ്രീ ആയിട്ട്, റിലാക്സ്ഡ് ആയിട്ട് എക്സാം എഴുതാൻ പറ്റണം. ഓക്കെ, അതിനെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ ടിപ്സും അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ മൈൻഡും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കേണ്ടത് ആവശ്യകതയുണ്ട് എന്ന് തോന്നിയിട്ടാണ് ഞാനത് പറയുന്നത്. ഓക്കെ, നമ്മൾ ഏതൊരു കാര്യവും ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചും വളരെയധികം ഓവർ തിങ്ക് ചെയ്തും ചെയ്യുമ്പോൾ അതിൽ കുറേയധികം പാകപ്പിഴകൾ വരാം. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒഴിവാക്കി ഇനിയുള്ള ഈ ഒരു ലാസ്റ്റ് 12 ഡേയ്സ് ഒക്കെ നിങ്ങൾക്ക് എങ്ങനെ ഇഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഓൾറെഡി ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് പ്രിലിംസിന്റെ ക്വസ്റ്റൻ പേപ്പേഴ്സ് അല്ലാതെ മെയിൻസിന്റെ ക്വസ്റ്റൻ പേപ്പേഴ്സിലൊക്കെ ഉള്ള കുറച്ച് സെലക്ടഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് റിലേറ്റഡ് ടു സം സബ്ജക്ട്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ 2 സെഷനുകളിലായിട്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കും. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. വളരെ ചുരുങ്ങിയ നേരം കൊണ്ട് കണ്ടു നിൽക്കാൻ പറ്റുന്നതാണ്. തീർച്ചയായിട്ടും അതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, ചോദിച്ചിട്ടുണ്ട്. ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ കാണാത്ത അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ഒരു ലാസ്റ്റ് മൊമെന്റിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വെച്ചിട്ടാണ്. അതിൽ എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ആണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അല്ലെ. ഈ 12 ഡേയ്സ് എന്തായിരിക്കണം നിങ്ങളുടെ മെയിൻ ഫോക്കസ്? ഒന്നാമത്തെ കാര്യം ഇഫക്റ്റീവ് ടൈം മാനേജ്മെന്റ്. എങ്ങനെ നിങ്ങൾ ടൈം യൂസ് ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് ഈ 12 ദിവസവും. ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് ദിവസം കിട്ടി, കൂടുതൽ ദിവസം കിട്ടി, എനിക്ക് ഇനിയും അടുത്ത കുറച്ച് ദിവസങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നല്ലതായി ചെയ്താനേ എന്നുള്ള രീതിയിലുള്ള ചിന്തകളൊക്കെ ഇപ്പോൾ വരാം, സ്വാഭാവികം. ഫസ്റ്റ് സ്റ്റേജ് എഴുതുന്നവർക്ക് തീർച്ചയായിട്ടും വരാം. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം, നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന സമയമാണെങ്കിലും നിങ്ങൾ അത് എങ്ങനെ യൂസ് ചെയ്യുന്നു അത് നിങ്ങൾക്ക് എന്താണ് തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പാകത്തിനുള്ളതായി തീരും. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒരു എക്സാം എന്ന് പറയുന്നത് ടോപ്പ് റാങ്ക് കിട്ടുക എന്നുള്ളതല്ല ലക്ഷ്യം, ജസ്റ്റ് പാസ്സാകുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലൊരു സ്മാർട്ട് വർക്കാണ് നിങ്ങൾ ഇവിടെ നടത്തേണ്ടത്. ഓക്കെ, അല്ലാതെ ഈ 12 ദിവസം നിങ്ങൾ ആകെ ഓവർ തിങ്ക് ചെയ്ത് എന്താണ് സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ആയില്ലല്ലോ എന്ന് അങ്ങനത്തെ ഒരു ചിന്തയും വേണ്ട. ഓക്കെ, പിന്നെ രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 12 ദിവസം നിങ്ങൾ പുതിയതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പഠിക്കാൻ കൂടുതൽ ശ്രമിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അത് നിങ്ങളെ കൂടുതൽ ടെൻഷൻ ആക്കുകയുള്ളൂ. അയ്യോ ഞാനത് കണ്ടില്ലല്ലോ, ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ അറിഞ്ഞില്ലല്ലോ, ഇതിനെ ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള കുറേയധികം ടെൻഷൻസ് നിങ്ങൾക്ക് ഉള്ളിലുണ്ടാക്കും. മാത്രമല്ല നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളും കൂടെ നിങ്ങൾ മിസ്സാക്കാനുള്ള സാധ്യത കൂടുതലാണ് വെൻ യു ആർ കവറിങ് ന്യൂ ടോപ്പിക്സ് ഓൺ ദീസ് ഡേയ്സ്. ഓക്കെ, സോ ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം അത് ഞാൻ അടുത്തേൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരിക്കലും നിങ്ങൾ ചെയ്യേണ്ട. പിന്നെ മൂന്നാമത്തത് ഡാറ്റ മെമ്മറൈസേഷൻ. അതായത് നമ്മൾ ഇതുവരെ എന്തൊക്കെ പഠിച്ചോ, നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സേഫ് സോണിലിരിക്കുന്ന കുറേയധികം സബ്ജക്ട്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അതിന്റെ കാര്യങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ്, അതായത് ഒരു 60+ ആണ് നിങ്ങളുടെ ടാർഗറ്റ് എങ്കിൽ അതിന് ഭാഗത്തിനുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടോ എന്ന് നിങ്ങൾ മെമ്മറൈസ് ചെയ്യേണ്ട സമയമാണ് ഈ ലാസ്റ്റത്തെ ദിവസങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനാണ് നിങ്ങൾ ഈ ഒരു ദിവസങ്ങളിൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. പിന്നെ റിലാക്സിങ് മെത്തേഡ്സ്, അപ്പോൾ അതിന്റെ ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. അല്ലാതെ നമ്മളിങ്ങനെ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് അത് പഠിച്ചില്ലല്ലോ എന്ന് ഭയങ്കരമായിട്ട് നിങ്ങൾ എന്താണ് ഒരു നേരം പോലും റെസ്റ്റ് ഇല്ലാതെ പഠിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ആവശ്യമായ റെസ്റ്റ്, ഒരു 8 hours സ്ലീപ്പ് അല്ലെങ്കിൽ ഒരു മിനിമം 7 hours സ്ലീപ്പ് ഒക്കെ നമുക്ക് വേണം. അല്ലെങ്കിൽ നമ്മളുടെ ബ്രെയിൻ തന്നെ നമ്മളെ എന്ത് ചെയ്യും, ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ നമ്മൾ പഠിച്ചു എന്ന് പറഞ്ഞാലും ബ്രെയിൻ തന്നെ അവിടെ നെഗറ്റീവ് ഇത് കാണിക്കും. നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ ബബിൾ ചെയ്യുന്നതിലും അതുപോലെ നിങ്ങൾക്ക് ഉദ്ദേശിച്ച രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ കറക്റ്റ് ഉത്തരത്തിലേക്ക് നിങ്ങളുടെ മൈൻഡ് ഒക്കെ എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ ആ വർക്ക് ചെയ്യുന്നതിനുള്ള റെസ്റ്റും ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ദിവസത്തിൽ ഈ ഒരു സ്ലീപ്പ് എന്ന് പറയുന്ന കാര്യം അത് ഉറപ്പാക്കിയിരിക്കണം. ഒരു മിനിമം 7 hours സ്ലീപ്പ് എങ്കിലും നിങ്ങൾ ഉറപ്പാക്കിയിരിക്കണം. അതുപോലെ ഓരോ നിങ്ങൾ ടൈം എടുത്ത് പഠിക്കുമ്പോഴും അതിനനുസരിച്ചുള്ള റെസ്റ്റ് നിങ്ങളുടെ ബ്രെയിനിന് നിങ്ങൾ കൊടുത്തിരിക്കണം. ഇനി ഫോൺ നോക്കി പഠിക്കുന്നവരാണെങ്കിൽ, ലാപ്പ് യൂസ് ചെയ്ത് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കണ്ണിനും അതിൻ്റെതായ റെസ്റ്റ് കൊടുത്തിരിക്കണം. ഓക്കെ, അതൊക്കെ നമ്മുടെ പരീക്ഷയ്ക്ക് ഹെൽപ്ഫുൾ ആകുള്ളൂ. നമ്മൾ ഫിസിക്കലിയും മെന്റലിയും പ്രിപ്പയർഡ് ആണെങ്കിൽ മാത്രമേ നമ്മൾക്ക് എന്തൊരു കാര്യം വന്നാലും നമുക്ക് നല്ല രീതിയിൽ അതിനെ ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, വെദർ ഇറ്റ് ഈസ് എക്സാം ഓർ എനി ഒബ്സ്റ്റിക്കിൾ എന്താണെങ്കിലും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഡെയിലി പ്ലാൻസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യം, ഒന്നാമത്തത് ഞാൻ ഒരു സജഷൻ എന്നുള്ള രീതിയിൽ പറയുന്നതാണ്. ഇപ്പോൾ മോർണിംഗ് എന്ന് പറയുന്ന ഏരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോർണിംഗ് എന്ന് പറയുന്ന ഒരു ടൈം വളരെയധികം നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആയിട്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു ടൈമാണ്. ഓക്കെ, അപ്പോൾ ആ സമയം നിങ്ങൾക്ക് എന്താണ് ഹിസ്റ്ററി, ജിയോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇക്കണോമിക്സ് പോലെയുള്ള സബ്ജക്ട്സ് കൂടുതൽ ഫോക്കസ് ചെയ്യാം. ഓക്കെ, കാരണം അവിടെ നമ്മൾക്ക് തിയറി പാർട്ടാണ് കൂടുതലുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഇപ്പോൾ PYQ വെച്ചാണ് നിങ്ങൾ പഠിച്ചെങ്കിൽ പോലും, ഇനി അല്ല നിങ്ങൾ സിലബസ് ഓറിയന്റഡ് ആയിട്ട് ഒരു പോർഷൻ എടുത്തിട്ടാണ് പഠിച്ചെങ്കിൽ പോലും, അല്ലെങ്കിൽ ഹോട്ട് ടോപ്പിക്സ് എടുത്തിട്ടാണ് നിങ്ങൾ പഠിച്ചെങ്കിൽ പോലും അതിനേക്കൊന്ന് ഓരോ ഏരിയാസ് ആയിട്ട് റിവൈസ് ചെയ്യാം. ഓക്കെ, ഒരു മണിക്കൂർ വെച്ചിട്ട് ഓരോ സബ്ജക്റ്റിന് കൊടുക്കാം. ഹിസ്റ്ററിക്ക്, കോൺസ്റ്റിറ്റ്യൂഷന്, ജിയോഗ്രഫിക്ക്, എക്കണോമിക്സിന് അങ്ങനെ ചെയ്യാം, കുഴപ്പമില്ല. ഇനി ആഫ്റ്റർനൂണിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, മാത്സിന്റെ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു ഉച്ച എന്ന് പറയുന്നത് മിക്കവർക്കും ഉറക്കം വരാൻ സാധ്യതയുള്ള ഒരു ടൈമാണ്. അപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ ഇതുവരെ സിലബസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ മാത്സിന്റെയും കാര്യങ്ങൾ, അതിന്റെ ഓരോ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി റിവൈസ് ചെയ്യുക. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാകും, അപ്പോൾ അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. എന്തെങ്കിലും ഷോർട്ട് കട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. ഫോർമുലാസ് ഉണ്ടെങ്കിൽ റിവൈസ് ചെയ്യുക. നിങ്ങൾക്ക് ഏതാണോ
മാത്സ് സോൾവ് ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് അത് സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഓക്കെ, ഇനി കൂടുതൽ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള സ്റ്റെപ്പുള്ള സംഭവങ്ങൾ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം അത് വെറുതെ നമ്മളുടെ ആ 1.25 മണിക്കൂർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഫക്റ്റീവ്ലി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോർട്ട് കട്ട്സും ഇക്വേഷൻസും വേണ്ട രീതിയിൽ അപ്ലൈ ചെയ്യാനും പഠിക്കണം. ഓക്കെ, അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ തീർച്ചയായിട്ടും ഈ മാത്സിന്റെ റിവിഷനും ഒപ്പം കൊണ്ടുവരിക്കണം. പിന്നെ ഈവനിങ് ടൈം എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ്, മലയാളം, ഗ്രാമറിന്റെ റൂൾസ് കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യാം. അല്ലെങ്കിൽ ഒന്നോ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഗ്രാമർ പോർഷൻ പ്ലസ് ഒരു വൊക്കാബുലറി പോർഷൻ എന്നുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാലും മതി, കുഴപ്പമില്ല. ഇംഗ്ലീഷും മലയാളവും കൊണ്ടുപോവുക. ഒപ്പം നിങ്ങൾക്ക് ഇവിടെ IT, അതുപോലെ തന്നെ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, അതൊരു 10 മാർക്സ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ലേറ്റസ്റ്റ് കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലും ഒന്ന് നോക്കാൻ ശ്രമിക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്സ് റിലേറ്റഡ് ടു ഓൾ ദീസ് തിങ്സ് അത് വളരെയധികം സാധ്യതയുള്ളതാണ്. അതിപ്പോൾ സ്പോർട്സ് ഒക്കെ ആണെങ്കിൽ വളരെയധികം കൂടുതലാണ്, സാഹിത്യമാണെങ്കിൽ എന്താണെങ്കിലും. ഓക്കെ, അത് കൂടുതലും കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ളത് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, സ്പെസിഫിക് ആയിട്ട് തുടക്ക സമയത്ത് വരുന്നത്, അതായത് മലയാളത്തിലെ ആദ്യത്തെ ചിത്രം, നിശബ്ദ ചിത്രം പോലത്തെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, എന്തിന്റെയും ആദ്യത്തെയും അതുപോലെ തന്നെ ലേറ്റസ്റ്റും എപ്പോഴും നോക്കണം. അത് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ കാര്യമാണ്. നമ്മളിപ്പോൾ ചില ഓർഗനൈസേഷൻ എന്നുള്ളതിനേക്കാൾ ഉപരി പല പോസ്റ്റുകളിലേക്കുള്ള ലേറ്റസ്റ്റ് അപ്പോയിന്റ്മെന്റ്സ് പഠിക്കില്ലേ, അത് എപ്പോഴും പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യത്തെയും പഠിക്കണം, എന്ത് ചെയ്യണം, ഇപ്പോഴത്തെയും പഠിക്കണം. അത് എപ്പോഴും കണക്ട് ചെയ്തൊക്കെ ചോദിക്കാം. ഓക്കെ, അതുപോലെ തന്നെയാണ് ആർട്സിന്റെ കാര്യവും. ഓക്കെ, അത് ഏതെങ്കിലും സ്ഥാപനമൊക്കെ ആണെങ്കിൽ അത് തുടങ്ങിയ വർഷം തുടങ്ങുമ്പോൾ ആരായിരുന്നു, ഇപ്പോഴായിരുന്നു. ലൈക്ക് ഇപ്പോൾ ഫോക്ലോർ അക്കാദമി, ഇതൊക്കെ ഇഷ്ടമുള്ള പോർഷനാണ് കേട്ടോ. PSC ഇഷ്ടമുള്ള പോർഷനാണ്, ഇതിന് ഇഷ്ടം പോലെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാനതൊക്കെ പറയുന്നത്. സോ അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ഭാഗം എളുപ്പമായിരിക്കും. പിന്നെ IT പഠിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ ദിവസത്തെ സെഷനിലെ ക്വസ്റ്റ്യൻസിലൂടെ. അത് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയർസിന്റെ ഒക്കെ ഞാൻ എല്ലാ സോഫ്റ്റ്വെയർസിന്റെയും അത്യാവശ്യം വേണ്ട സോഫ്റ്റ്വെയർസിന്റെ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കൂട്ടത്. മാത്സ് ദ ഫോളോയിങ് ആയിട്ട് പല പ്രിലിംസിനും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇത് ബേസിക്കലി നിങ്ങൾ ഹോട്ട് ടോപ്പിക്സിന് ഞാൻ പറഞ്ഞു IT യിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത്, അത് നിങ്ങൾ തീർച്ചയായിട്ടും നോക്കുക. അതിന് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഇപ്പോൾ നോക്കാൻ അറ്റ് പ്രസന്റ് എന്താണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഹ്യൂമാനിറ്റീസിലൊരു ടെക്സ്റ്റ് ഉണ്ട്. അതെന്ന് പറയുന്നത് അത്യാവശ്യം ഈ പറയുന്ന ഏരിയാസ് കവർ ചെയ്യുന്നതാണ്. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നു, നിങ്ങൾക്ക് ഓവറായിട്ട് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ അതൊക്കെ പഠിക്കാൻ ജസ്റ്റ് അതിനെ മാറ്റി വയ്ക്കുക, കാര്യമില്ല. കാരണം ഇപ്പോൾ നമ്മൾ വെറുതെ അധികം അതിനെക്കുറിച്ച് ടെൻസ്ഡ് ആവുള്ളൂ. ഓക്കെ, നമുക്ക് പറ്റും, കോൺഫിഡൻസ് ഉണ്ട് എങ്കിൽ മാത്രം ഒന്ന് നോക്കാൻ ശ്രമിക്കാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാനൊരു കാര്യം പറയട്ടെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ രാത്രി ആ ഒരു ടൈം എന്ന് പറയുന്നതിൽ 1.25 മണിക്കൂർ നിങ്ങൾ ഒരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ ഒരു എക്സാം പ്രിലിംസിന്റെ നടന്നതിന്റെ എന്തെങ്കിലും അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. ആ 1.25 മണിക്കൂർ നിങ്ങൾ ഒരു സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് ഫോണിലോ എന്തെങ്കിലും ടൈമർ വെച്ചിട്ട് കൃത്യമായിട്ട് ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എളുപ്പമുള്ള ഭാഗങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഒന്ന് ബബിൾ ചെയ്ത് നോക്കി, അതായത് അറിയണ ആൻസർ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് ആ ഒരു 1.25 മണിക്കൂറിനുള്ളിൽ എക്സാം കൃത്യമായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊന്ന് അനലൈസ് ചെയ്യുക. ഈ ഓരോ ദിവസവും നിങ്ങൾ ചെയ്താലും തെറ്റൊന്നുമില്ല. അപ്പോൾ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വിത്ത് ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടാത്തവരുണ്ട് എങ്കിൽ സ്റ്റിൽ 21 തൊട്ട് 25 വരെയുള്ള അതിന്റെ, അതുപോലെ തന്നെ MEM മാത്സ് ഇംഗ്ലീഷ് മലയാളം മാത്രമായിട്ടും കിട്ടാത്തവരുണ്ട് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ ടെലിഗ്രാം ചാനലായി വൃന്ദാവൻ PSC വേൾഡിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ ഞാൻ ഇതിന്റെ സംഭവങ്ങൾ അതിന്റെ ഡീറ്റെയിൽസ് പറയാം. ഓക്കെ, ഇത് കംപ്ലീറ്റ് ഞാൻ സോർട്ട് ഔട്ട് ചെയ്ത് ചെയ്തിരിക്കുന്നതാണ്. അത് ഓരോന്നും തപ്പി കണ്ടുപിടിച്ച് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ത്രൂ സഞ്ചരിച്ച് പഠിക്കുന്നവരുണ്ട്. അത് ചില്ലറ കാര്യമല്ല, അത് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണെന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ഇപ്പം 1.25 മണിക്കൂർ വെച്ചൊരു എക്സാം എഴുതുകയാണ് എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് എങ്ങനെ ഇനി അടുത്ത എക്സാം അറ്റംപ്റ്റ് ചെയ്യണം. എളുപ്പമുള്ളത് ആദ്യം ചെയ്ത് പോവുകയാണെങ്കിൽ, ഇപ്പം എന്താണ് മാത്സ് എളുപ്പമായിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾ ആദ്യം മാത്സ് അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കും, അല്ലെ? അതിനുശേഷമായിരിക്കും ബാക്കി കാര്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ബാക്കിയുള്ളതിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടോ 1.25 മണിക്കൂർ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഈ മാത്സ് എളുപ്പമില്ലാത്തൊരു വ്യക്തിക്ക് ബാക്കി എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് മാത്സിലേക്ക് അറ്റ്ലീസ്റ്റ് ചിലപ്പോൾ അറിയാവുന്നത് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള മാത്സ് ഉണ്ടാവാം, അത് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യണം എന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം, നിങ്ങളൊരു 1.25 മണിക്കൂർ എങ്ങനെ ബബ്ലിംഗ് ഒക്കെ കൃത്യമാണോ, അതൊരു OMR തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ. ഒരു OMR ബുക്ക്ലെറ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം. ഞാൻ അത്രയും മേടിച്ച് തന്നെ വെച്ചിട്ടുണ്ട് ചെയ്യാൻ. അത് അത്രത്തോളമാണ് ഞാൻ പ്രാക്ടീസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം നമ്മളുടെ മാർക്കിംഗ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിലൊക്കെ ചിലപ്പോൾ പോകാം. ഓക്കെ, അപ്പോൾ ഈ 1.25 മണിക്കൂർ കൃത്യമായിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആ ടൈം, ഇപ്പോൾ നിങ്ങൾക്ക് ടൈമർ വയ്ക്കുമ്പോൾ ടൈം കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ നമുക്ക് എക്സാം ഹാളിൽ ടൈം അറിയില്ല, അല്ലെ? അവർ പറയുമ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു എന്ന് പറയുമ്പോഴേ നമ്മൾ അറിയുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മളൊരു 1.25 മണിക്കൂർ കണക്കാക്കി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൈൻഡും ആ ഒരു എക്സാം ഹാളാണെന്നുള്ള വിചാരത്തിൽ ചെയ്യുക. എന്നിട്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി അന്നത്തെ ദിവസം തന്നെ എന്ത് ചെയ്യുക, അതിൻ്റെ ആൻസേഴ്സ് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് ഒരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട്, നിങ്ങൾക്ക് ആ ഒരു ഏരിയ നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നില്ല കൃത്യമായിട്ട് എങ്കിൽ, അപ്പോൾ തന്നെ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യാം. സോ ദാറ്റ് നിങ്ങൾക്ക് ആ ഏരിയ അവിടെ പക്കയായി തീരും. ഓക്കെ, അതിൻ്റെ അർത്ഥം നിങ്ങൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മെമ്മറിയിൽ അത്രയും പതിഞ്ഞിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പോൾ അത് അപ്പം തന്നെ ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ NHRC ആയിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ NHRCയുടെ ഒരു ക്വസ്റ്റൻ നോക്കിയപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നു, അതായത് ഫംഗ്ഷൻസ് ഓഫ് NHRCയുടെ റിലേറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഉടനെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് NHRC എന്ന് വന്നു,
അതുപോലെ തന്നെ എന്താണ് അതിന്റെ കോമ്പോസിഷൻ, അതിനൊരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ടോ, ഉണ്ടെങ്കിൽ എത്ര പേരുണ്ട്, ഇനി NHRCയിലെ അംഗങ്ങൾ എത്ര എണ്ണം ഉണ്ട്, അതിൽ എക്സ് ഒഫീഷ്യോ അംഗങ്ങളുണ്ടോ, ഉണ്ടെങ്കിൽ തന്നെ അവരാരൊക്കെയാണ്, ഇനി എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ അല്ലാത്തവരുണ്ടെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, അതിൽ ഓരോരുത്തരും ഏതൊക്കെ പോസ്റ്റിലുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, എന്താണ് NHRCയുടെ ഫംഗ്ഷൻസ്, ഇനി എന്തൊക്കെയാണ് NHRCയുടെ ലിമിറ്റേഷൻസ്, ആദ്യത്തെ NHRCയുടെ ചെയർമാൻ ആരായിരുന്നു, ഇപ്പോഴത്തെ ആരായിരുന്നു, ഇങ്ങനത്തെ രീതിയിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ വളരെ വ്യാപ്തിയിൽ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ വേഗം വേഗം നോക്കി പോകുന്നതല്ലേ. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിന്റെയും നോക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ 1.25 മണിക്കൂർ രാത്രി നിങ്ങൾ ഈ ഒരു എക്സാം എഴുതാൻ മാറ്റി വെക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആ ഒരു ക്വസ്റ്റ്യൻസ് കണ്ണിലൂടെ പോകും. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ പിറ്റേ ദിവസം നോക്കേണ്ട, നിങ്ങൾക്ക് ഹൈ സ്കോറിംഗ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് വേണ്ട ഹൈ ഈൽഡിങ് ടോപ്പിക്സ് ഉണ്ടാവും, അത് ഒന്ന് എഴുതി വെക്കുക. നാളേക്ക് നോക്കേണ്ടത് ഏതൊക്കെ പോർഷനാണ് എന്നത് കൃത്യമായിട്ട്. ഇപ്പം ഞാൻ പറഞ്ഞു ഇവിടെ എല്ലാം പഠിച്ചെടുക്കുക. സിലബസിന്റെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ളതെല്ലാം നോക്കി എത്തിയില്ലല്ലോ എന്നുള്ളതിനേക്കാൾ ഉപരി നമുക്ക് വേണ്ടത് ജസ്റ്റ് പാസ്സാകാനുള്ളത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതിലാണ് ഇമ്പോർട്ടൻസ്. ഞാൻ അങ്ങനെ ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. കേവലം ഒരാഴ്ച 2 ദിവസം 3 ദിവസം അങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അവിടെ ഏറ്റവും വേണ്ടതിനെ മാത്രം ശ്രദ്ധിച്ചു. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെ തന്നെ പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ 12 ദിവസമാണെങ്കിലും ബാക്കി പഠിക്കുന്നതിന്റെയും റിവിഷന്റെയും ഒക്കെ ഒപ്പം നിങ്ങൾ ഒരു ദിവസം ഒരു പേപ്പറിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പേപ്പർ നിങ്ങൾക്ക് ഇപ്പോൾ ആൻസർ ബബിളിംഗിൽ നിങ്ങൾ പെർഫെക്റ്റ് ആണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ അറിയുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പേപ്പറിലൂടെ തന്നെ പോകണം അല്ലേ. അപ്പോൾ എല്ലാ പേപ്പേഴ്സും നിങ്ങൾക്ക് വായിച്ച് പഠിക്കണം. അപ്പോൾ ഓരോ ചോദ്യവും കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാത്തുണ്ടെങ്കിൽ അപ്പം തന്നെ കറക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് നോക്കുക, അതിനെക്കുറിച്ചുള്ള റിലേറ്റഡ് കാര്യങ്ങൾ കംപ്ലീറ്റ് നോക്കുക. ഒരു എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ലിസ്റ്റിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന ഏതെങ്കിലും വിഷയത്തെക്കുറിച്ചാണ് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ കൺകറന്റ് ലിസ്റ്റിൽ എന്തൊക്കെയാണുള്ളത് നോക്കുക. ആർട്ടിക്കിൾസ് റിലേറ്റഡ് വിത്ത് കൺകറന്റ് ലിസ്റ്റ്, കാരണം ഇത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കാണ്. ഈ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ 246, 48 പോലെയുള്ള ആർട്ടിക്കിൾസ് ഒക്കെ എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, അനുച്ഛേദങ്ങൾ ഇഷ്ടമുള്ളൊരു വകുപ്പാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ലാസ്റ്റ് ഡേയ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അധികം സ്ട്രെസ് ഒന്നും ഉള്ളതായിട്ട് തോന്നില്ല. പിന്നെന്താണ്, നിങ്ങൾ ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉള്ളിൽ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ എഫേർട്ട് ഇട്ടിട്ടുണ്ട്, അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഓക്കെ, അല്ലാതെ നിങ്ങൾ ഒരിക്കലും ഈ സമയം ടെൻഷൻ അടിച്ച് കളയേണ്ട. നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ ആദ്യം വിശ്വസിക്കാം. ഓക്കെ, അതിപ്പോൾ എന്ത് നോക്കിയിട്ടാണെങ്കിലും ഇപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ കയ്യിൽ കിട്ടുമെന്നാണ് വിശ്വാസം. പിന്നെ മറക്കാതെ നിങ്ങൾ തീർച്ചയായും അറ്റ്ലീസ്റ്റ് പ്രിലിംസിന്റെങ്കിലും പേപ്പേഴ്സ് നിങ്ങൾ കണ്ണോടിച്ച് പോയിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഒരു ദിവസം ഒരു പേപ്പർ വെച്ച് പോയി കഴിഞ്ഞാൽ അത്രയും നല്ലത്. അങ്ങനെ ആകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അറിയാത്തത് മെമ്മറൈസ് ചെയ്തെടുക്കുക എന്നുള്ളൊരു ടെക്നിക്കും കൂടെ അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 60+ സ്കോർ ചെയ്യാനുള്ള വകുപ്പൊക്കെ ഉണ്ടാകും. ഓക്കെ, സോ success doesn't come from what you do occasionally, it comes from what you do consistently in this final 12 days. നിങ്ങൾ ഇപ്പോൾ ഈ 12 ദിവസം കൺസിസ്റ്റൻസിയോട് കൂടി എന്ത് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ആ പരീക്ഷ എഴുതി കഴിയുമ്പോൾ മനസ്സിലാകും. ഓക്കെ, അങ്ങനെ ലാസ്റ്റ് മൊമെന്റിൽ ചെയ്തിട്ട് വിജയിക്കുന്നവരും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പരീക്ഷയ്ക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇടുന്നതായിരിക്കും. നാളത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇടാൻ പോകുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും മസ്റ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളെ സോർട്ട് ഔട്ട് ചെയ്ത് ഞാൻ തന്നെ തയ്യാറാക്കിയിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് നാളെ അതൊന്ന് നോക്കാം. അതിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ വീഡിയോ ഒന്നും തന്നെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങളൊന്ന് കണ്ടു നോക്കാം കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സാമിന് ഇതൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. കഴിഞ്ഞ ഇതിലെ സെഷൻസിലൊക്കെ നോക്കിയതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും എന്തായാലും ചോദിക്കും എന്നുള്ളത്. ഓക്കെ, പിന്നെ ഞാൻ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓൾറെഡി എൻ്റെ ഈ പറഞ്ഞ പോലെ കിട്ടിയവരുണ്ട്, അവർക്ക് തീർച്ചയായിട്ടും മനസ്സിലായി കാണും. ഇപ്പൊ ഈ പറഞ്ഞ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറിലൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിൽ നിന്നുള്ള പല ചോദ്യങ്ങളും എന്നുള്ളത് ലേറ്റസ്റ്റ് നടന്നില്ല. അപ്പോൾ പ്രിലിംസിന്റെ പ്രാധാന്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ലല്ലോ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒക്കെ. ഓക്കെ, അതാണ് ഏറ്റവും ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ മൈൻഡ് എന്താവാതിരിക്കുക, വളരെയധികം ഡള്ളായിട്ട് ഡെസ്പറേറ്റ് ആയിട്ട് ചിന്തിക്കാതിരിക്കുക. എനിക്കിത് കിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ അത്രയും ചെയ്തിട്ടില്ലല്ലോ എന്നൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് തന്നെ ധാരാളം നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഈ പറഞ്ഞ പോലെയൊക്കെ നല്ല രീതിയിൽ പഠിക്കാനും ഒക്കെ പറ്റട്ടെ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.